ഡോക്ടർ PS ഷാജഹാൻ, ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ഒരു കാര്യം തുറന്നു പറഞ്ഞു. അദ്ദേഹത്തിൻ്റെതൊരു വിപ്ലവ പ്രവർത്തനമായി, അദ്ദേഹം ഒരു വിസിൽ ബ്ലോവറായി പ്രവർത്തിച്ചു എന്ന രൂപത്തിലാണ് കേരളം അദ്ദേഹത്തെ കാണുന്നത്. കാരണം പല ഘട്ടങ്ങളിലായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും മന്ത്രി അതിനെ ഒരു അജണ്ട വെച്ചുള്ള വിഷയം എന്ന രൂപത്തിലാണ് അതിനെ കണ്ടിരുന്നത്. പക്ഷേ ഒരു ഡോക്ടർ തന്നെ അകത്തുനിന്ന് തന്നെ ആ പ്രതികരണം വരുമ്പോഴാണ് അതിൻ്റെ ബലം കൂടുന്നത്. ആ രൂപത്തിൽ ആ പ്രതികരണം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഡോക്ടർ ഷാജഹാനെതിരെ ഡോക്ടർ ഹാരിസിനെതിരെ നടപടി ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നടപടിയായിട്ടുണ്ട്, പക്ഷേ അദ്ദേഹത്തിനെതിരെയും നടപടി എന്ന് കേൾക്കുന്നു. എന്താണ് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്? അങ്ങനെ സംഭവിക്കുമോ? KGMCTയെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ കേരളത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ പാകപ്പിഴകൾ, പാളിച്ചകൾ നിരന്തരമായി ചൂണ്ടിക്കാണിക്കുകയും അത് കൂടുതൽ മെച്ചപ്പെടുത്താനായി സർക്കാരിനൊപ്പം നിൽക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ താങ്കൾ ചോദിച്ചതുപോലെ ഡോക്ടർ ഹാരിസിനെതിരെ നടപടി ഉണ്ടായാൽ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യമാണ് താങ്കൾ ചോദിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിനകം തന്നെ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ ഹാരിസിനെതിരെ ഒരു നടപടി ഉണ്ടായാൽ അതിനെതിരെ KGMCT ശക്തമായി മുന്നോട്ട് വരുമെന്നുള്ള കാര്യം ഞങ്ങൾ തർക്കമില്ലാതെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു വിസിൽ ബ്ലോവർ എന്ന നിലയിൽ ഇത് പറഞ്ഞു. അത് പറഞ്ഞ സാഹചര്യം ഇന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു കമ്മിറ്റി വന്നിട്ടുണ്ട്, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നിരുന്നാലും അദ്ദേഹം പറഞ്ഞതിനെ വെച്ചുകൊണ്ട് ഒരു നടപടി ഉണ്ടാകുന്നതിനെ KGMCT ശക്തമായി എതിർക്കുന്നു. അതിനെതിരെ KGMCT ശക്തമായി പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശരി, ഇപ്പോൾ ഡോക്ടർ അനീഷ് പറഞ്ഞതിനോട് താങ്കൾ എത്രത്തോളം യോജിക്കുന്നുണ്ട്? കാരണം ഇത് ഈ പൊതുജന ആരോഗ്യ സംവിധാനത്തിൽ ഇവിടെ മെഡിക്കൽ കോളേജുകൾ, സർക്കാർ ആശുപത്രികൾ നടത്തുന്ന പ്രവർത്തനം അതിനെ താറടിച്ച് കാണിക്കാനുള്ള ഒരു ചർച്ചയായി ഇത് മാറുന്നുണ്ടോ? അങ്ങനെയാണോ നമ്മളിതിനെ ചർച്ച ചെയ്യുന്നത്? അങ്ങനെയല്ലല്ലോ. ഇത് അങ്ങനെ ഒരു ചർച്ചയായി പോകരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഡോക്ടർ ഹാരിസ് പറഞ്ഞത് ആ ഒരു ഉദ്ദേശത്തോടെ ആയിരിക്കത്തില്ല. അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് നേരിട്ട പ്രശ്നങ്ങളെ തുടർന്നായിരിക്കും അദ്ദേഹം ഇത് പറഞ്ഞത്. പക്ഷേ ഇത് കേരളത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ മൊത്തം കുഴപ്പങ്ങളാണ്, അവിടെ ഒന്നും നടക്കുന്നില്ല എന്നുള്ള ഒരു ധാരണ പൊതുസമൂഹത്തിൽ രൂപപ്പെടാൻ ഈ ഒരു ചർച്ച വഴിവെക്കരുത് എന്നാണ് എൻ്റെ അങ്ങനെ ഒരു ചർച്ചയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാണിച്ച ഘട്ടം മുതൽ നമ്മൾ അങ്ങനെയല്ല ചർച്ച ചെയ്യുന്നത്. ഒരു കാര്യം ശരിയാണ്, പലപ്പോഴും മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ പിഴവുകളെ കുറിച്ചാണ് ചർച്ചയുണ്ടാകാറുള്ളത്. പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ 2 സ്വകാര്യ ആശുപത്രികളിലെ വീഴ്ച, സ്വകാര്യ ആശുപത്രികൾക്കെതിരെ കേസ് എടുക്കേണ്ടി വന്ന സംഭവങ്ങൾ കൂടി ഇന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത ദിവസം കൂടിയാണിന്ന്. ആ ആശുപത്രികളെ പേര് പറഞ്ഞു തന്നെയാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. റിപ്പോർട്ടർ ചാനൽ അങ്ങനെ ചെയ്യുന്നു എന്നല്ല ഞാൻ അല്ല, ഞാൻ പറയാ അതെ, പൊതുസമൂഹത്തിലെ ചർച്ച എന്ന് പറയുമ്പോൾ നമ്മൾ ഡോക്ടർ ഹാരിസ് പറഞ്ഞ നിമിഷം മുതൽ ഈ വിഷയം ചർച്ച ചെയ്യുകയാണല്ലോ. ആദ്യത്തെ ദിവസം മന്ത്രി പറഞ്ഞതല്ലോ രണ്ടാമത്തെ ദിവസം പറയുന്നത്. മന്ത്രിക്കും സമ്മതിക്കേണ്ടി വന്നു. ഈ ഡോക്ടർ എത്രത്തോളം നല്ല ഡോക്ടറാണ്, അദ്ദേഹത്തിന് ഒരു ദുരുദ്ദേശവുമില്ല എന്ന് മന്ത്രിക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നു. പക്ഷെ മന്ത്രി ആദ്യം ഖണ്ഡിക്കാൻ ശ്രമിച്ചത് അവിടെ നടക്കുന്ന ഓപ്പറേഷനിലെ കണക്കുകളൊക്കെ വെച്ചിട്ടാണ്. ഇന്നിപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരുപാട് പ്രതികരണം വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.